ഹലോ ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ഉഴുന്ന് വടയാണ് കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് വടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലെടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഉഴുന്ന് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം ഇതാ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ 1 മണിക്കൂർ, മാക്സിമം 1 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കട്ടോ. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കിയിട്ടിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് കുറച്ചായിട്ട് നരച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ മിക്സി പെട്ടെന്ന് ചൂടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വട ഒന്നും ശരിയാവില്ല. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചെറിയ തെരിതെരിപ്പുണ്ടായാലും പ്രശ്നമൊന്നുമില്ല, ലൂസാകാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കൂടിയിട്ട് ഞാനൊന്ന് അരച്ചെടുക്കലാണ്. അങ്ങനെ കുറച്ചായിട്ട് അരച്ചാൽ മതി. പിന്നെ പാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മിക്സി നല്ല ചൂടാവും. എന്നാൽ പിന്നെ റെസ്റ്റ് ചെയ്തിട്ട് വേണം അരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടി അരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടാനേ പാടില്ല, ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കൈയോട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നാലേ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വട കിട്ടും. കൈയോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ഉഴുന്നിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതേപോലെ 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കയ്യിൽ വെള്ളം തടവിയിട്ട് വേണം ഇത് ഉരുട്ടിയിട്ട് ഷേപ്പാക്കിയിട്ടെടുക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ വെള്ളം മുക്കിയിട്ട് ഒരു വലിയ സൈസാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വിരലിനും കൂടി ഒന്ന് വെള്ളം മുക്കിയിട്ട് ഹോളാക്കിയിട്ട് എടുക്കുക. വടൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അത് നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ ഈ ഒരു ഷേപ്പ് ആക്കിയിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ വട ഒന്ന് ചുട്ടെടുക്കാനായിട്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ചെറിയ ഒരു ചീഞ്ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നാക്കി ഇട്ട് കൊടുക്കുന്നത്. വലിയ പാത്രത്തിൽ ഓയിൽ എടുക്കുന്നെങ്കിൽ ഒരു 3 4 ഇട്ട് കൊടുക്കുക. അതേപോലെ ഞാൻ രണ്ടാമത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുതാക്കി എടുത്തുകൊണ്ട് ഞാൻ 2 ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സമയം കൊണ്ട് നമുക്ക് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് പുതിന ഇല എടുത്തിട്ടുണ്ട് 2. അപ്പോൾ 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അരച്ചിട്ട് ഇനി ഇത് ഒന്ന് കാച്ചാനായിട്ട് വെളിച്ചെണ്ണവും കടുവും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് കാച്ചി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് വേഗം തന്നെ ഞാൻ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉഴുന്ന് വട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.